അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 84 വർഷത്തെ ധന്യമായ ജീവിതത്തിന് ശേഷം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളെല്ലാം വിശ്വസ്തയോടെ നിറവേറ്റി ഈ ലോകത്തിൽ നിന്നും പിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട തോമസ് സാറിന്റെ ഭൗതിക ശരീരത്തിന്റെ ചുറ്റുമാണ് നമ്മളായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി ലിസ്റ്റി ആന്റിക്കും പ്രിയപ്പെട്ട മക്കളായ രാജി, ബിനോയ്, ബിജോ, മരുമക്കളായ വിൽസൺ, ജ്യോതി, ജിജി, മറ്റു കൊച്ചുമക്കള്, പ്രിയപ്പെട്ട സഹോദരങ്ങള്, മറ്റു കുടുംബാംഗങ്ങള്, തോമസ് സാറിനെ ഒത്തിരിയേറെ സ്നേഹിക്കുകയും അദ്ദേഹത്തിന്റെ ഈ സ്വർഗപ്രവേശ യാത്രയില് അദ്ദേഹത്തിന് അന്തിമ പ്രചാരം അർപ്പിക്കുവാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും ചേർന്നുകൊണ്ട് ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അനുശോചനം അറിയിക്കുന്നു, പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുന്നു. തോമസ് സാറിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഏതാണ്ട് 60 കുടുംബങ്ങളായി വർഷങ്ങൾക്ക് മുമ്പ് റാണിഗിരി ഇടവക ആരംഭിച്ചപ്പോൾ ഇടവകയുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി, വലിയ ഒരു സാന്നിധ്യമായി, ഒരു സന്തത സഹചാരിയായി കൂടെ ഉണ്ടായിരുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് തോമസ് സാറ്. അതുകൊണ്ട് തന്നെ റാണിഗിരി ഇടവകയുടെ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ റാണിഗിരി ഇടവകയുടെ ഏറ്റവും കൃത്യമായിട്ടുള്ള അനുശോചനവും പ്രാർത്ഥനയും ഈ അവസരത്തില് ഇടവകയുടെ പേരിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഈ വത്സല പിതാവിന്റെ ഭൗതിക ശരീരത്തിന്റെ ചുറ്റുമായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒത്തിരിയേറെ നന്മകൾ കൊണ്ട് സമ്പന്നമായ ഒരു ജീവിതത്തിന്റെ ഈ പരിസമാപ്തിയില് തീർച്ചയായിട്ടും ശാരീരികമായിട്ടുള്ള വിയോഗം നമുക്ക് എല്ലാവർക്കും വേദന ഉളവാക്കുന്ന ഒന്നാണ്. പക്ഷേ
നമ്മുടെ വിശ്വാസം നമുക്ക് നൽകുന്ന വലിയ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ചൈതന്യമുണ്ട്. സന്തോഷത്തോടെ, അഭിമാനത്തോടെ, നന്ദിയോടെ നമുക്ക് പ്രിയപ്പെട്ട തോമസ് സാറിനെ യാത്രയയക്കാം. നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയാം. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് തോമസ് സാറിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകള് നിരന്തരം ദൈവസന്നിധിയിൽ അർപ്പിക്കുക എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയില് ഭക്തിപൂർവ്വം പങ്കെടുത്തുകൊണ്ട് തോമസ് സാറിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിന്റെ വലതുഭാഗത്തേക്ക് ഈ പ്രിയപുത്രനെ സ്വീകരിക്കണമേ എന്ന് താഴ്മയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയില് പങ്കെടുക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരനേരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 84 വർഷത്തെ ധന്യമായ ജീവിതത്തിന് ശേഷം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളെല്ലാം വിശ്വസ്തയോടെ നിറവേറ്റി ഈ ലോകത്തിൽ നിന്നും പിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട തോമസ് സാറിന്റെ ഭൗതിക ശരീരത്തിന്റെ ചുറ്റുമാണ് നമ്മളായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി ലിസ്റ്റി ആന്റിക്കും പ്രിയപ്പെട്ട മക്കളായ രാജി, ബിനോയ്, ബിജോ, മരുമക്കളായ വിൽസൺ, ജ്യോതി, ജിജി, മറ്റു കൊച്ചുമക്കള്, പ്രിയപ്പെട്ട സഹോദരങ്ങള്, മറ്റു കുടുംബാംഗങ്ങള് തോമസ് സാറിനെ ഒത്തിരിയേറെ സ്നേഹിക്കുകയും അദ്ദേഹത്തിന്റെ ഈ സ്വർഗപ്രവേശ യാത്രയില് അദ്ദേഹത്തിന് അന്തിമ പ്രചാരം അർപ്പിക്കുവാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും ചേർന്നുകൊണ്ട് ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അനുശോചനം അറിയിക്കുന്നു, പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുന്നു. തോമസ് സാറിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഏതാണ്ട് 60 കുടുംബങ്ങളായി വർഷങ്ങൾക്ക് മുമ്പ് റാണിഗിരി ഇടവക ആരംഭിച്ചപ്പോൾ ഇടവകയുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി, വലിയ ഒരു സാന്നിധ്യമായി, ഒരു സന്തത സഹചാരിയായി കൂടെ ഉണ്ടായിരുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് തോമസ് സാറ്. അതുകൊണ്ട് തന്നെ റാണിഗിരി ഇടവകയുടെ വളർച്ചയില് നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ റാണിഗിരി ഇടവകയുടെ ഏറ്റവും കൃത്യമായിട്ടുള്ള അനുശോചനവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ ഇടവകയുടെ പേരിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഈ വത്സല പിതാവിന്റെ ഭൗതിക ശരീരത്തിന്റെ ചുറ്റുമായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒത്തിരിയേറെ നന്മകൾ കൊണ്ട് സമ്പന്നമായ ഒരു ജീവിതത്തിന്റെ ഈ പരിസമാപ്തിയില് തീർച്ചയായിട്ടും ശാരീരികമായിട്ടുള്ള വിയോഗം നമുക്കെല്ലാവർക്കും വേദന ഉളവാക്കുന്ന ഒന്നാണ്. പക്ഷേ നമ്മുടെ വിശ്വാസം നമുക്ക് നൽകുന്ന വലിയ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ചൈതന്യമുണ്ട്. സന്തോഷത്തോടെ, അഭിമാനത്തോടെ, നന്ദിയോടെ നമുക്ക് പ്രിയപ്പെട്ട തോമസ് സാറിനെ യാത്രയയക്കാം. നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയാം. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് തോമസ് സാറിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകള് നിരന്തരം ദൈവസന്നിധിയിൽ അർപ്പിക്കുക എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയില് ഭക്തിപൂർവ്വം പങ്കെടുത്തുകൊണ്ട് തോമസ് സാറിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിന്റെ വലതുഭാഗത്തേക്ക് ഈ പ്രിയപുത്രനെ സ്വീകരിക്കണമേ എന്ന് താഴ്മയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയില് പങ്കെടുക്കാം.
അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരനേരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയേ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടികാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയേ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടികാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഉയർപ്പിക്കുന്നവനെ
പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സന്താനങ്ങളുടെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവെ, എന്ന് ഞങ്ങൾ ആരാധിക്കുകയും പൊഴുതുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ എന്റെ ആധാരം, എനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാവിശിക കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിന്റെ ഇരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേ. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വിരുത്ത് വലം പാകെ നൽകണമേ. നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്രീ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മേഘങ്ങളിൽ എഴുന്നേൽക്കും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് ആയിരിക്കുകയും ചെയ്യും.
ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ പക്കലെത്തിട്ടേ എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം എടുത്തിരിക്കുന്നു, അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സന്താനങ്ങളുടെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവെ, എന്ന് ഞങ്ങൾ ആരാധിക്കുകയും പൊഴുതുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ എന്റെ ആധാരം, എനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമടയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിന്റെ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേ. നൃപനാം മിശിഹാ കർത്താവേ,
വാഴ്ത്തിപ്പാടി നമിക്കും വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയുടന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്രീ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മേഘങ്ങളിൽ എഴുന്നേൽക്കും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തോമസാറിന്റെ വേർപാടില് ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് കുടുംബ മാതാവ്, മക്കള്, ബന്ധുമിത്രാദികള്, പ്രത്യേകിച്ച് വേദിയിലായിരിക്കുന്ന എല്ലാവരും തോമസാറിന്റെ വേർപാടിലെ ദുഃഖാർത്തരായിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ വേർപാട് ആ വ്യക്തി ആ ഒരു മക്കളുടെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന വേർപാട് ഒരു വിടവ് തന്നെ ഉണ്ടാക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ആ സാറിനോടുള്ള സ്നേഹത്തെ ഒന്നിണങ്ങം പ്രകടിപ്പിച്ചുകൊണ്ട് ആ സ്നേഹത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കൊള്ളുന്നതല്ല. സാറിന്റെ ജീവിതം മുഴുവൻ തുറന്ന ഒരു പുസ്തകമായിട്ട് ഈ കുടുംബത്തിലെ മക്കൾക്കും കുടുംബനാഥയ്ക്കും ഒക്കെ വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. വികാരിച്ചൻ ആദ്യമേ പറഞ്ഞു, കാണിഗിരി പള്ളിയെ സംബന്ധിച്ചിടത്തോളം തോമസ് സാറിന്റെ സാന്നിധ്യം മറക്കാൻ പറ്റാത്ത ഒരു സാന്നിധ്യമായിരുന്നു. പള്ളിയുടെ ആരംഭ കാലഘട്ടങ്ങളിലെ ഇത്രമാത്രം ദൂരം ഉണ്ടായിട്ടും ആ ദൂരം വന്ന് പരിഗണിക്കാതെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പള്ളി വന്ന് അവിശ്വാസത്തിന്റെ സാക്ഷ്യം പ്രകടിപ്പിച്ചിരുന്ന തോമസ് സാറിനെ ഓർക്കുമ്പോൾ ഇടവക്കാർക്ക് ഒത്തിരി നന്മകൾ മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട്, 2017-20 കാലഘട്ടങ്ങളിൽ ഞാനിവിടെ വന്നിരുന്ന അച്ഛനായിരുന്ന സമയത്ത് ഈ പ്രത്യക്ഷന്റെ കൂടെ ഞാനിവിടെ വരുമ്പോൾ വൈദികരോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യവും സ്നേഹവും പരിഗണനയും ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല.
ഈ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ സ്വന്തം ഒരു കുടുംബത്തിലേക്ക് വരുന്ന ഒരു അനുഭവം ഈ സോമസാറിന്റെ പ്രത്യേക സാന്നിധ്യം കൊണ്ട് പലപ്പോഴും കിട്ടിയ അനുഭവം. മരിച്ചുപോയ കിബ്രതച്ചന് പല പ്രാവശ്യം ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സാറിന്റെ ജീവിത പങ്കാളിയായിട്ടാണ് ഇപ്പോഴും പള്ളി വരുന്നത്. മക്കളും എല്ലാം ഇപ്പോഴും കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വേർപാട് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വേദനയുടെ നിമിഷങ്ങൾ തന്നെയാണ്. ഈ കരയെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു വേർപാടിന്റെ വേദനയുടെ നിമിഷങ്ങൾ തന്നെയാണ്. പക്ഷെ കർത്താവ് ഇന്നത്തെ വചനത്തിലൂടെ പറയുന്നു, എന്റെ വചനം അനുസരിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതേപോലെ വേർപാടിന്റെ ദുഃഖത്തിൽ ആയിരുന്ന ഒരു ചെറിയൊരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വൈദികന്റെ ഫാദർ അച്ഛനായ സമയത്ത് തന്നെ മരിക്കുകയുണ്ടായി. മരണമടഞ്ഞ സമയത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് അച്ഛനെ വളർത്തിയതാണ്. മാർക്കറ്റിൽ കഷ്ടപ്പെട്ട് വളർത്തിയ അപ്പന്റെ വേർപാടില് ഈ വൈദികൻ ഒത്തിരി ദുഃഖാർത്തനായി ബലിയർപ്പിക്കാൻ പറ്റാത്ത വേദനയിലെ വിഷമത്തിന് നടുവിലായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ധ്യാനഗുരു, തന്റെ പിതാവ് അച്ഛൻ, ഗുരുതുല്യനായ അച്ഛൻ എന്ന് പറഞ്ഞു, മോനെ ദിവികാരത്തിന്റെ മുന്നിൽ പോയി അല്പം നേരം നീ പ്രാർത്ഥിക്കുക, അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവ് എന്തെങ്കിലും ഒരു ബോധ്യം തരും. അങ്ങനെ ഈ അച്ഛൻ ദിവികാരത്തിന് മുമ്പിൽ പോയി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കണ്ണീരോടുകൂടി. ഒത്തിരിയേറെ ത്യാഗങ്ങളും വേദനകളും കഷ്ടം നടത്തിയ അപ്പച്ചന്റെ ജീവിതത്തെ ഓർത്ത് ഈ അച്ഛൻ കണ്ണീരൊഴുക്കിയപ്പോൾ കർത്താവ് ഒരു ബോധ്യം കൊടുത്തു. അച്ഛൻ വന്നിരിക്കുന്ന ബലി ആർക്ക് വേണ്ടി അർപ്പിക്കാനാണ്? മരിച്ചുപോയ അപ്പച്ചൻ അർപ്പിക്കാനുള്ള ബലിക്ക് വേണ്ടി അച്ഛൻ വന്നിരിക്കുന്നതെങ്കിൽ അച്ഛൻ അർപ്പിക്കുന്ന ബലി മരിച്ചു പോയെങ്കിലും ഈ അപ്പച്ചന് ഉപകാരം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അപ്പച്ചൻ ശാരീരികമായിട്ട് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയെങ്കിലും അച്ഛന്റെ ആത്മാവിന് അച്ഛന്റെ പ്രാർത്ഥന കൊണ്ട് ഫലമുണ്ടെങ്കിൽ അപ്പച്ചൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു ബോധ്യം. അപ്പോഴാണ് അച്ഛന്റെ മനസ്സിലേക്ക് ഈ വചനം വന്നത്. അവന്റെ വചനം, കർത്താവിന്റെ വചനത്തെ സ്നേഹിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്നുള്ളൊരു വചനം. ആ ഒരു ബോധ്യത്തോടുകൂടി അച്ഛനെ ഒത്തിരി ഭക്തിയോടുകൂടി ബലിയർപ്പിച്ച് ആ മരിച്ചുപോയ അപ്പച്ചന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷത്തിലൂടെ കടന്നുപോയപ്പോൾ ഈ ഒരു അനുഭവം പങ്കുവെച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി മനസ്സിലൊത്തിരി സന്തോഷമാണ്. ഇതേപോലെ ഈ തോമസ് സാറിന്റെ വേർപാടില് ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ആശ്വാസമായിട്ട് കർത്താവിന്റെ വചനം ഇവിടെ നിൽക്കുകയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമുക്കറിയാം തോമസ് സാറിനുള്ള ബഹുമാനാർത്ഥമാണ് നമ്മളെല്ലാം ഇവിടെ ആയിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. ആത്മാവിന് ഈ ഫലം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഉപകാരമുണ്ട് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഓരോ മരണവും നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത് നമുക്ക് ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ മരണത്തെ യാഥാർത്ഥ്യത്തെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുവാൻ നമുക്കറിയാം ദൈവം തന്നിരിക്കുന്ന ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് ഈ ഭൂമിയിലെ ജീവിതം. ജീവിക്കുവാനും വിശുദ്ധി ജീവിക്കുവാനും ദൈവത്തിനോടൊപ്പം ജീവിക്കുവാനും ഈ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് മരണം നമുക്ക് മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ കുടുംബത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ചേർന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് പറയുന്നത് ഞങ്ങളുടെ സാന്നിധ്യം നിങ്ങളെ അറിയിക്കുന്നത് ഞങ്ങളെല്ലാവരും ഈ കുടുംബത്തെ സ്നേഹിക്കുന്നു, ഈ കുടുംബത്തെ വിലമതിക്കുന്നു എന്ന് ഞങ്ങൾ അസന്നിഗ്ധം പ്രഖ്യാപിക്കുകയാണ്. തോമസ് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിലേക്ക് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഹൃദയത്തിലുള്ള കറകളെയും പാപങ്ങളെയും ദൈവത്തിന് മുമ്പിൽ നിരക്കാത്ത തിന്മകളെയൊക്കെ നമുക്ക് വെറുതെ ഉപേക്ഷിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഇന്നലെ നാളെ നമ്മളും ഇതേപോലെ കടന്നു പോകേണ്ടവരാണെന്ന് ബോധ്യത്തോടുകൂടി നമുക്ക് ആയിരുന്നുകൊണ്ട് ഈ ചടങ്ങില് ഈ ശുശ്രൂഷയില് പങ്കെടുത്തുകൊണ്ട് ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ഗതപ്രകാരം ജീവിക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. ഒരിക്കലൂടെ ഈ കുടുംബത്തെ ദുഃഖാരിതമായ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വികാരിച്ചിന്റെ പേരിലും ആശ്രമത്തിലെ എല്ലാ വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെ ഒക്കെ നാമത്തിൽ അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. ഞങ്ങളുടെ പ്രിയപ്പെട്ട കപ്പുച്ചൻ സഭാംഗമായിട്ടുള്ള ജോസഫ് പുത്തമ്പരിക്കലച്ചന്റെ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള അനുശോചനവും പ്രാർത്ഥനയും നേരുന്നു. ചിലപ്പോൾ വിദേശത്താണ്, അതുകൊണ്ട് ഈ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ട് സാധിക്കാത്തതിലുള്ള വിഷമം അച്ഛനുണ്ട്. രാവിലെ എന്നെ നേരിട്ട് വിളിക്കുകയും അച്ഛന്റെ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള അനുശോചനവും പ്രാർത്ഥനയും ഈ കുടുംബത്തെ അറിയിക്കുകയും ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ കുടുംബവുമായിട്ട് വലിയ ഒരു ബന്ധമുള്ള വ്യക്തിയാണല്ലോ ഞങ്ങളുടെ ജോസഫ് പുത്തമ്പരിക്കലച്ചൻ. അച്ഛന്റെ പേരിലുള്ള അനുശോചനം പ്രാർത്ഥന പ്രത്യേകമായിട്ട് കുടുംബാംഗങ്ങളെ എല്ലാവരെയും അറിയിക്കാം. ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അമൂല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ തന്റെ കൽപ്പനയാൽ ഈ ലോകം പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ
നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. രാഹുൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുസ്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, എന്റെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളെയും കുടുംബങ്ങളെയും കുടുംബക്കാരെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വമായ സ്ഥലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാപുരത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും മനുഷ്യരിൽ നിന്ന് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും എത്തിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ഹൃദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. ഇവിടെ മകനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. മരണം വരുമൊരു നാളോർക്കുക മർത്യ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യ, നീ എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. ആകയാൽ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ പൊടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
ദേവാലയത്തിലേക്ക് പോകാനായിട്ടുള്ളവർക്ക് പുറത്തേക്ക് ഇറങ്ങി വാഹനങ്ങൾ ക്രമീകരിക്കുക. നിങ്ങളുടെ വാഹനങ്ങളിൽ മറ്റുള്ളവരെയും കൂടി കൊണ്ടുപോകുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങും നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ. ഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാദ്രതയാ നിൻ പ്രിയജനമേ അനുദിനമലിവോ ഓർക്കണമെന്നെ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോസ്ലേ. പോയി മറയുന്നീ ക്ഷണഭംഗുരമാ ലോകവും അതിലെ ജഡിതാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാണൊഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിന് വിരവോ ആശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ. ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളമോദിയവനെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാദം. വിടവാങ്ങും നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളീട കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ
അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമെല്ലാം വെടിയുന്നു ഞാൻ. സോദരഗണമേ വത്സലസുതരേ കാണില്ല നാം ഭൂമിയിലിനിമേ. ഇടവക ദേവാലയത്തിലേക്ക് സംവഹിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇടവകയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ ദീർഘമായിട്ടുള്ള സേവനങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ടും ഇടവക കുടുംബത്തിന്റെ മുഴുവൻ സ്നേഹവും ആദരവും പ്രത്യേകമായിട്ട് അർപ്പിച്ചുകൊണ്ടും ഇപ്പോൾ ഇടവകയുടെ കൈക്കാരിൽ തോമസ് സാറിന്റെ ഭൗതിക ശരീരത്തില് ഇടവകയെ നിർദ്ദേശിച്ചുകൊണ്ട് ശോശപ്പ ധരിപ്പിക്കുന്നു. ശരണവും അരുളിയിടാൻ അവന്റെ നാവകൾ ധന്യമാകുന്നു. ഹൃദയെ മുടപോൾ നാഥനയിക്കുന്നു. ദുഷ്ടനവിളയിൽ ശിഷ്ടനമൊരുപോലെ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. എന്നെ സൃഷ്ടിച്ചവൻ കൈ വെച്ചു മൃതരെ വിളിക്കും ജീവൻ അവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതഖിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. ആദിമുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടെ ഈ ലോകപ്പെട്ട് പുറപ്പെടുന്ന നമ്മുടെ സഹോദരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്കൃത്യങ്ങളെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സൗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കനികാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെ തന്റെ വലതു ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കരുണപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടാലും ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവിന്റെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നിങ്ങളെ മരണവിധേയരാക്കി വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഭൂദാസകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതന്മാരെ,
ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തോമസാറിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ നമ്മുടെ സെമിത്തേരിയിലേക്ക് സംഭവിക്കുകയാണ്. സെമിത്തേരിയിലേക്ക് പോകാനുള്ളവർ പുറത്തേക്ക് ഇറങ്ങി വാഹനങ്ങളിൽ റെഡിയാവുക. അടുത്ത ഗാനം നമ്മൾ ആലപിച്ചു തുടങ്ങുമ്പോൾ ഭൗതിക ശരീരം നമ്മുടെ ദേവാലയത്തിന് പുറത്തേക്ക് സംഭവിക്കും. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോത്തിനെയും നൈരാശ്യമുടെ വിലപിക്കരുതേ. ജീവിതവും അറിയിച്ചേരും സുവിശേഷത്തിൻ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാ അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് അങ്ങയുടെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം അങ്ങ് പൂർത്തീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൊണ്ട് നീ എന്നെ തെളിക്കുക, ഞാൻ നിർമ്മലനാകും. അനുഗ്രഹത്തിന്റെ ദിവ്യജനം നാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകണമേ, ഞാൻ മഞ്ഞേക്കാളും കർത്താവിന്റെ ഞാൻ ദിവ്യജലത്താൽ ഈ കബറുള്ള പത്രീകമാക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേ. ബഹുമാനവും സമർപ്പിക്കാം. ആദിമുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതോടെ സാധിക്കട്ടെ. കൊണ്ട് നീ എന്നെ തെളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ ആത്മാവിനെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകണമേ, ഈ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറുടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതോടെ സാധിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നല്ലി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം അങ്ങേ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസങ്ങളുടെ വലതുഭാഗത്ത് നിർത്തട്ടെ.
നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തെങ്കിൽ അങ്ങേ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നോർത്തുകൊള്ളുക. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. അരുളി ഞാൻ എൻ വിഭ്രാന്തിയിൽ അറിവില്ലാതെ വഞ്ചകരാണഖില ജനങ്ങളുമെന്നായി മെല്ലെ. അരുളി ഞാൻ എൻ വിഭ്രാന്തിയിൽ അറിവില്ലാതെ വഞ്ചകരാണഖില ജനങ്ങളുമെന്നായി മെല്ലെ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. കർത്താവെന്നിലുതിർത്തൊരനുഗ്രഹവർഷങ്ങൾക്കായി എന്തൊരു പ്രത്യുപകാരം നൽകാൻ കഴിയുമെനിക്ക്. കർത്താവെന്നിലുതിർത്തൊരനുഗ്രഹവർഷങ്ങൾക്കായി എന്തൊരു പ്രത്യുപകാരം നൽകാൻ കഴിയുമെനിക്ക്. രക്ഷാചഷകം കയ്യിലെടുത്തു നടക്കും ഞാനെൻ
കർത്താവിൻ പാവനനാമം ചൊല്ലി വിളിക്കും ഞാൻ. രക്ഷാചഷകം കയ്യിലെടുത്തു നടക്കും ഞാനിൻ. കർത്താവിൻ പാവനനാമം ചൊല്ലി വിളിക്കും ഞാൻ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോദിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. കർത്താവേ, നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന് ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ. കർത്താവേ, നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന് ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ. വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൽ നാഥൻ തന്നുടെ ദൃഷ്ടിയിലേറെയ മൂല്യമതാമല്ലോ. വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൽ നാഥൻ തന്നുടെ ദൃഷ്ടിയിലേറെയ മൂല്യമതാമല്ലോ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോദിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. സ്വർഗഗേഹത്തിൽ ചെന്നു ചേരുവാൻ ഇടയൻ പോകുന്നു ശാന്തനായി. സ്വന്തദേശത്ത് ചെന്നു ചേരുവാൻ ഇടയൻ പോകുന്നു ഏകനായി. ദൈവത്തിന്റെ നീതിമാന്മാരോടും നിശ്ചിതരോടും കൂടെ നികൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സുഖരാജ്യമാകുന്ന ഉറസിലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരുടെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വന്തദേശത്ത് ചെന്നു ചേരുവാൻ ഇടയൻ പോകുന്നു ഏകനായി. വഴി നീളേ അങ്ങു തെളിയിച്ച തിരിവെട്ടം ഞങ്ങൾ കാത്തിടും. തണലേകാൻ നട്ട മരമെല്ലാം കൊഴിയാതെ ഞങ്ങൾ കാത്തിടും. ഇനിയെന്നും അങ്ങേ സ്നേഹത്തിൻ ചിറകേറി ഞങ്ങളുയർന്നിടും. ഇനിയെന്നും അങ്ങേ സ്നേഹത്തിൻ ചിറകേറി ഞങ്ങളുയർന്നിടും. പുലരിക്കായെന്നും കാത്തിടും. സ്വർഗഗേഹത്തിൽ ചെന്നു ചേരുവാൻ ഇടയൻ പോകുന്നു ശാന്തനായി. സ്വന്തദേശത്തു ചെന്നു ചേരുവാൻ ഇടയൻ പോകുന്നു ഏകനായി. പിരിയല്ലേ എന്ന് മൂകം കേഴുന്ന
അജഗണം തേങ്ങി കരയുമ്പോൾ കരയല്ലേ നിങ്ങൾ എന്നു ചൊല്ലി നൽ ഇടയൻ പോകുന്നു മോദമായി.